ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ മീൻകറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? സംഭവം കിഡുവാണ്. കിഡു എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ മീൻകറിയാണ്. നല്ല ചുവന്നുള്ള കളറിലുള്ള ഒരു മീൻകറിയാണ്. ഈ മീൻകറി എന്തിൻ്റെ കൂടെയും കഴിക്കുക, ചോറിൻ്റെ കൂടെ, കപ്പൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ. നമ്മൾ ഈ മീൻകറിക്ക് ലാസ്റ്റ് ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സൂത്രം കൂടി ഇടുന്നുണ്ട്. എന്താണെന്നല്ലേ, വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അപ്പോൾ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം. ചൂടാക്കിയെടുക്കാം. മല്ലിയൊക്കെ നല്ലത് പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 10-12 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. നമ്മുടെ കറിക്കൊന്ന് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത്. നമ്മുടെ മുളകൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകമാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കണത്, അതായത് 1 മുറി തേങ്ങയാണ് എടുത്തേക്കണത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയാണ് അതിട്ട് കൊടുക്കട്ട്. അതുപോലെ തന്നെ 3-4 ചോള വെളുത്തുള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളറാകുന്നവരൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാടെ ഉപ്പാനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് ഉപ്പ മീൻ കൊണ്ട് ഇപ്പോൾ ഒരു കടലിൽ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് വന്ന ആളാണ്. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോഴാണ് ഉപ്പ വരുന്നത്. ഇപ്പോൾ വരുമ്പോൾ കുറേ മീനുമായിട്ടാണ്, വലിയ വലിയ മീനുകളാണ് കൊണ്ടുവരുന്നത്. മീനൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ഉമ്മ അത് കറിയാക്കിയിട്ട് ഉപ്പക്ക് 5 മണിയാകുമ്പോഴാണ് ഉപ്പ ചോറ് തിന്നുന്നത്. അത് ആ ചോറ് തിന്നാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ ചോറ് തിന്നിട്ടുണ്ടാവും, എന്നാലും ഉപ്പ കഴിക്കുന്ന ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. 5 മണിയാകുമ്പോൾ എല്ലാ ദിവസവും അതാ 5 മണിയാകുമ്പോഴാണ് ഉപ്പ ചോറ് തിന്നുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോഴേക്കും ഉമ്മ നല്ല ടേസ്റ്റിൽ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. വേറെ ഒന്നും വേണ്ട, മീൻ കറിയും മീൻ പൊരിച്ചതും പപ്പടവും മാത്രം മതി, പച്ചക്കറി ഒന്നും കൂട്ടാനില്ല. കുറച്ച് ഒരു പിടി ചോറായാലും മതിപ്പാക്ക്, അധികം ചോറൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ആ ഒരു ഉപ്പ കഴിക്കണ ചോറെന്ന് പറഞ്ഞാൽ മീനും നമ്മുടെ കറിയിലത്തെ മീനും പൊരിച്ചതും പപ്പടവും കൂടെ കൂട്ടി കുഴച്ചിട്ടുള്ളൊരു പിടി, ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ. അത് എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ട് ആ രുചി. ഞാൻ ഇടയ്ക്കൂടെ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, അതുപോലെ ഒന്ന് ആക്കിയിട്ട് മീനും പൊരിച്ചതൊക്കെ കൂട്ടി ഒന്ന് കുഴച്ചിട്ട് എനിക്കൊരു ഉരുളതാന്ന് പറയും. പക്ഷെ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പം അതൊക്കെ ഒരു വേദനിക്കണ ഒരു ഓർമ്മകളാണ് എൻ്റെ. ഉമ്മ എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പുണ്യ ഉള്ള ആളാണ് എൻ്റെ ഉമ്മ. നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പം അതൊക്കെ ഞാൻ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. ഉമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെറുതിലേ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കണ്ടുപഠിച്ചതാണ് ഞാനിത്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം. പുറത്ത് നല്ല മഴയാണ്, അപ്പം ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ ഇവിടെ ഓറഞ്ച് അലർട്ടാണ്, കുട്ടികൾക്കൊന്നും സ്കൂളില്ല. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ കണ്ട നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാകണം. നമ്മുടെ കറിയുടെ കളറും ആ ഒരു കളറാണ്. നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ അതിനകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ കുക്കായി വരും. അപ്പോൾ ഒന്ന് കളർ ഒന്നുകൂടെ മാറും. ഞാൻ ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുരുമുളകാണ് ഇടേണ്ടത്. പക്ഷേ അതിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മുടെ മീൻ കറിക്ക് അധികം എരിവില്ലാത്തതാണ്, നല്ല ആവശ്യത്തിനുള്ള എരിവുണ്ട് കേട്ടോ. ഞാൻ ഇതപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കണത്. ഒന്നുകൂടെ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പാനിലോട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് പൊടിക്കണം. മിക്സിയിലിട്ടിട്ട് ഒരു കറക്കുമ്പോൾ ഒന്ന് പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു തക്കാളി, ഈ തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കണത്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കാം നമുക്ക്. മൺചട്ടിയാണ് നമ്മുടെ താരോട്ട.
നമ്മൾ മൺചട്ടിയിൽ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കാൻ ശ്രമിക്കുക. അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു 2 പച്ചമുളക് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണേ. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള ഒട്ടുപുളി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു കൊണ്ടെന്ന് വെച്ചേക്കണ അരപ്പ്, ഞാൻ തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചേക്കണത്. നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ജാറൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ നല്ല കുറുകിയിരിക്കണേന്ന്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ട്. ഇനി നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂടി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കറിയൊക്കെ തിളച്ച് പുറത്തോട്ട് ചാടും. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നവരേക്കും വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റി വെക്കാം. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും. ഞാൻ പണ്ട് തുടങ്ങി അങ്ങനെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ എല്ലാം നോക്കി നിൽക്കുന്ന ആളാണ്. എന്നിട്ട് അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞു തരും. പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് പറയും നമ്മളെന്ത് ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തോടു കൂടി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണേനെങ്കിൽ ആ ഫുഡിന് ടേസ്റ്റ് കൂടുമെന്ന്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് എന്ത് സാധനമായാലും ഉണ്ടാക്കണമെങ്കിൽ അതിന് ടേസ്റ്റും ഭംഗിയും കൂടുമെന്നാണ് പറയണത്. ശരിയാണല്ലേ പറഞ്ഞത്? അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ആ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കേര ഇട്ടാ എടുത്തേക്കണത്. അത് ചെറിയ പീസൊക്കെ ആക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോട്ടിഫിക്കേഷനൊന്നും കിട്ടാത്തവർക്കൊന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ചട്ടി നിറഞ്ഞി മീനും കൂടെ ഇട്ടപ്പോഴേ ഈ ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് ആ മീനൊന്ന് വെന്ത് വരണം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കറിയൊക്കെ മൂടി വെച്ചിട്ടാണ് ഞാൻ പുറത്തോണ്ട് പോയത്. അപ്പോഴത്തേന് കരണ്ടും പോയി. ഒന്ന് തിളച്ച് വരട്ടേന്ന് ഓർത്തിട്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് വെച്ചതാണ്. കരണ്ട് പോയപ്പോൾ കറി അങ്ങോട്ട് തിളച്ചും പോയി. കറി ഇപ്പം എത്ര എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാടൊന്നും പോയില്ല, കുറച്ച് മാത്രം പോയുള്ളേ. ഇത് വറ്റിയിട്ടുമുണ്ട്. പുറത്തോട്ട് തിളച്ച് പോയിട്ട് പുറത്തൊക്കെ ചാടിക്കിടക്കണായിരുന്നു കറി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ മീനിൽ പിടിച്ച് കറിയൊക്കെ തണ്ട ആവശ്യത്തിന്. ഇനി നമ്മൾ കൂടുതൽ നേരം ഇനി അടുപ്പത്ത് വെച്ച് വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. നമുക്ക് ഇനി ഇത് തീ ഓഫാക്കിയിട്ട് ഒരു താളിപ്പുണ്ടാക്കി ഒഴിക്കാം. നമ്മുടെ കറി ഒന്ന് താളിക്കാനായിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഇട്ടെടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് നല്ലോണം വഴന്ന് വരട്ടെ. ഉള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി വരണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക് ഇടാം. ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഉണക്കമുളക് ഇട്ട് കൊടുക്കണത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേപ്പില എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അവിടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ആ ഉലുവൻ്റെ ഇതൊക്കെ നല്ലോണം വഴന്നിട്ട് ആ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ അടിപൊളി മണമാണ്.
നാടൻ മീൻകറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.